കൊടു വാ ഇന്നത്തെ നിന്ന് നമുക്ക് പപ്പടം വെച്ചൊരു സാധനം ഉണ്ടാക്കിയാലോ ആക്കാ എന്നാ വാ. ഹലോ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു പപ്പടമായിട്ടാണ്. ഇന്ന് പപ്പടം കൊണ്ടുള്ളൊരു റെസിപ്പി നമുക്ക് കാണാം. പോകാം വീഡിയോയിലേക്ക്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് ഒരു പപ്പടം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ആകൃതിയിൽ ഒന്ന് മടക്കിയെടുക്കണം. അപ്പം ഞാനിത് ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം രീതിയിൽ തന്നെ നിങ്ങളിത് മടക്കിയെടുക്കുക. എന്നിട്ട് ഒരു ഈർക്കിളി വെച്ചിട്ട് അത് സെക്യൂർ ചെയ്യുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഈർക്കിളിയോ വേറെ എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് നമുക്ക് സെക്യൂർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാ ഞാനത് ശരിക്കും സെക്യൂർ ചെയ്യുന്നതിൻ്റെ ശരിക്കുള്ളൊരു രീതി ഒന്നും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ പപ്പടം ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു പോർഷനിലാണ് നമ്മളിത് സെക്യൂർ ചെയ്യേണ്ടത്. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ പപ്പടവും ഞാൻ ഇതേപോലെ ഇറുക്കിൽ വെച്ചിട്ട് സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. അതവിടെ ചൂടാക്കാൻ വേണ്ടി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉള്ളിയെല്ലാം ഒരു ഉള്ളി ഫുള്ളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മിക്സ്ചർ ഇട്ടു. ഇതൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വൈകുന്നേരത്തെ സ്നാക്സിനെല്ലാം വളരെ എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്ത് മല്ലിച്ചപ്പൊക്കെ ചേർക്കാം, വറുത്ത പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അത് നല്ലോണം ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഫില്ലിങ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റെഡിയാക്കി വെക്കുന്നത്. ഇനി ഞാനിത് ആ പപ്പടം ചൂടായ എണ്ണയിലേക്ക് ഓരോരോ പപ്പടവും നമുക്ക് ഇട്ടിട്ട് നമുക്ക് വറുത്ത് എടുക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആൾക്കാരും, ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ കുഞ്ഞു കുഞ്ഞു കമൻസൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ പപ്പടവും ഞാൻ ഇതേപോലെ നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ തന്നെ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. ഇതൊരു കുഞ്ഞു റെസിപ്പിയാണ്. നമുക്ക് ഈവനിങ്ങിൽ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു റെസിപ്പിയാണ്. ഒരു മിക്സ്ചർ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സ്നാക്സ് വളരെയേറെ ഇഷ്ടപ്പെടും. അപ്പം ഞാനിത് എല്ലാം പപ്പടമൊക്കെ മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ്ചർ അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ്. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു കുട്ടികളെ കണ്ടുപൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്കുന്ന ചെറിയ ചെറിയ റെസിപ്പീസ്. അപ്പോൾ നമ്മൾ ഈ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. താങ്ക്